അളിയ, നിങ്ങളുടെ ജയിലിന്റെ സെറ്റപ്പ് ഒട്ടും ശരിയല്ല. ജയിലിങ്ങനെ കരിങ്കല്ല് കൊണ്ട് അടച്ചു പൂട്ടിയതായിരിക്കരുത്, വിശാലമായി തുറന്നിടണം. അപ്പോൾ ആർക്കും ഓടിപ്പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകില്ല. യു നോ മൈ വേർഡ്സ് മീനിങ്. ചേട്ടനൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഞാനൊന്നും മിണ്ടുന്നില്ല. പക്ഷേ അളിയനൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഇരുട്ടറയിലെ കൊലപാതകം എന്ന ഡിറ്റക്റ്റീവ് നോവലിൽ കുറ്റവാളികളെ എങ്ങനെ തടവിലാക്കാം എന്ന് എഴുതിയിട്ടുണ്ട്. അളിയൻ അതിലെ ഓരോ ഇൻസിഡൻസും വായിച്ചു നോക്കി അതുപോലെ പ്രവർത്തിക്കുക. നിന്റെ വട്ടം നിർത്താമോ? ഇറ്റ് ഈസ് നോട്ട് വട്ട്, ഐ ആം മോസ്റ്റ് എക്സെൻട്രിക്. ഇവനെ പറഞ്ഞു വിടുന്നുണ്ടോ? വാട്ട് യു മീൻ? ഓക്കേ ഓക്കേ. രാജുട്ടാ, രാജുട്ടാ, എന്താ രാജുട്ടിന് എന്ത് പറ്റി? ഒന്നുമില്ല. അല്ല, എന്താ ഉണ്ട്? എന്നിൽ നിന്ന് ഒളിക്കുക. ശോഭേ, എന്നോട് ക്ഷമിക്കൂ. എന്നെ കുറിച്ച് നീ അറിയാത്തൊരു സത്യമുണ്ട്. നിന്റെ ചേട്ടനെ പോലെ തന്നെ ആ ബാങ്ക് കവർച്ചയിൽ ഞാനും പങ്കാളി. നീ ഇത് കണ്ടോ? പക്ഷെ പോലീസിന് എന്നെ പ്രതിയാക്കാനുള്ള തെളിവൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ജയിലിലായില്ല. തെറ്റായ വഴിയിൽ പണം സമ്പാദിക്കാനുള്ള മോഹം കൊണ്ടല്ല. ജീവിക്കാനുള്ള യാത്രക്കിടയിൽ ഞാൻ ഷുക്കൂറിന്റെ കയ്യിലെ ഒരു കളിപ്പാവയായിപ്പോയി. കൊള്ളയടിക്കപ്പെട്ട രൂപ എന്റെ കയ്യിലാണ്. ഞാൻ ആ പണം ബാങ്കിലെ ലോക്കറിൽ വെച്ചിട്ടുണ്ട്. ഷുക്കൂർ ഏതു നിമിഷം എന്നെ തേടി വരും. എന്റെ ചേട്ടനും ഇങ്ങനെയായി. എനിക്ക് രാജുട്ടിനെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ല, ഞാനിനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. ശോഭേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട. ഷുക്കൂറിനെ പണം തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ ഈ തൊഴിൽ ഉപേക്ഷിക്കാം. സത്യം. എന്റെ പണം എവിടെ? പണം ഞാൻ ബാങ്കിലെ ലോക്കറിൽ വെച്ചിട്ടുണ്ട് ഷുക്കൂർ. നീ പറയുന്നത് സത്യമാണോ? അതെ. എങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം. നീ വേഗം പോയി പണം എടുത്തോണ്ട് വാ. ഇന്ന് ശനിയാഴ്ചയാണ്. ബാങ്ക് സമയം കഴിഞ്ഞു. ഇനി തിങ്കളാഴ്ചയെ കിട്ടൂ. എന്നെ കബളിപ്പിക്കാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല, സത്യമാണ്. ഏതാടാ ഈ പെണ്ണ്? ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണ്. നിന്റെ കാമുകിയല്ലേ? നീ പേടിക്കണ്ട. നിന്നെ ഞാൻ വിശ്വസിക്കുന്നത് പോലെ നിനക്കെന്നെയും വിശ്വസിക്കാം. നീ പണം കൊണ്ടുവരുന്നത് വരെ ഇവളെന്റെ കസ്റ്റഡിയിലിരിക്കാം. കേട്ടെ? വേണ്ട ശുക്കൂർ, വേണ്ട. ഞാൻ തിങ്കളാഴ്ച രാവിലെ വരെ പണം കൊണ്ടുതരും. എന്നാൽ അന്ന് നിനക്ക് ഇവളെ കൊണ്ടുപോകാം. സാർ, എന്റെ ലോക്കറിന്റെ താക്കോലൊന്ന് വേണം. C25. സോറി, ബാങ്ക് ടൈം കഴിഞ്ഞു. ഞങ്ങളൊക്കെ പോകാൻ തുടങ്ങുക. സാർ, അങ്ങനെ പറയരുത് സാർ. അത്യാവശ്യമാണ്. പ്ലീസ്. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനാവില്ല. മാനേജർ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. സാർ, എന്നെ എങ്ങനെയും സഹായിക്കണം സാർ. പ്ലീസ്. പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനാവില്ലെന്ന്. ഹലോ, രാജുവാണ്. ഞാൻ ബാങ്കിൽ ചെന്നിരുന്നു. തിങ്കളാഴ്ച രൂപ കിട്ടുള്ളൂ. തിങ്കളാഴ്ച ബാങ്ക് തുറന്നാൽ ആ നിമിഷം ഞാൻ രൂപ എത്തിക്കാം ഷുക്കൂർ. എത്തിച്ചാൽ നിനക്ക് നല്ലത്. ഷുക്കൂർ, എന്റെ ശോഭയെ വിട്ടയക്കണം. അവളെ ഒന്നും ചെയ്യരുതേ. പണം കൊണ്ടുവരുന്ന ആ നിമിഷം
ഞാൻ അവളെ വിടാം. അന്ധകാരത്തിന്റെ ഊരിരുട്ടിലൂടെ നമോ ആ രൂപം മന്ദം മന്ദം പതുക്കെ പതുക്കെ നടന്നു വന്നു. പാദസ്വരത്തിന്റെ ജിലീം ജിലീം എന്ന ശബ്ദം കേട്ടു. പാദസരത്തിന്റെ ശബ്ദം കേട്ട് അയാൾ ഞെട്ടിവിറയ്ക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ ഡിറ്റക്ടർ വിറച്ചില്ല. വളകിലുക്കത്തിന്റെ ശബ്ദം ഇല്ല. അയാൾ വിറച്ചില്ല. അയാൾ വീണ്ടും മോള് പേടിച്ചു പോയല്ലേ? മോള് പേടിച്ചില്ല. അങ്കിള് ഡിറ്റക്റ്റീവ് നോവൽ എഴുതി കഴിഞ്ഞു. നോക്കട്ടെ. അന്ധകാരത്തിന്റെ കൂരിരുട്ടിലൂടെ. അതെന്താ അങ്കിൾ? അന്ധകാരം കൂരിട്ട് ഒന്നല്ലേ? അല്ല മോളെ, കൂരിരുട്ടിന്റെ മറ്റൊരു രൂപമാണ് അന്ധകാരം. The dark is the another version of darkness. You understand? No. Very good. No. Very good. എന്താണ് അങ്കിൾ പറയുന്നത്? ഞാൻ മോൾക്ക് മലയാളത്തിൽ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കേ. മതി മതി, കിടന്നുറങ്ങാൻ നോക്ക്. മോളെ അളിയാ, അളിയൻ എന്തെങ്കിലും കേസ് പിടിക്കാനുണ്ടെങ്കിൽ എന്റെ സഹായം എപ്പോഴും അഭ്യർത്ഥിക്കാം. എപ്പോഴും എപ്പോഴും. ആട്ടെ, അറിയിക്കാവേ. ഇതുപോലൊരു സാധനം എന്ത് ചെയ്യുന്ന കൂരിരുട്ടിലൂടെ. നാളെ എഴുതാം. ഈ സംഭവം പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു അപമാനമാണ്. ഹോം മിനിസ്റ്ററുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ജയിൽ ചാടിപ്പോയ ഷുക്കൂറിനെയും അവന്റെ അനുയായികളെയും കസ്റ്റഡി എടുത്തില്ലെങ്കിൽ നമ്മൾ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന്. ഷുക്കൂറിനെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ അവന്റെയും അവന്റെ അനുയായികളുടെ സങ്കേതം നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഷുക്കൂറുമായി ബന്ധമുള്ള ഒരാൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്, സുരേഷ്. അവന് അവരുടെ സങ്കേതങ്ങളെല്ലാം അറിയാൻ കഴിയും. അവനെ കുറച്ചു ദിവസത്തേക്ക് വിട്ടു തന്നാൽ ഷുക്കൂറിനെയും കൂട്ടരെയും ഞാൻ കസ്റ്റഡിയിലെടുക്കാം. ജയിലിൽ കഴിയുന്ന ഒരാളെ അങ്ങനെ കൊണ്ടുപോകാൻ നിയമം അനുവദിക്കുന്നില്ല. ഷുക്കൂറിനെ കണ്ടുപിടിക്കുന്ന കാര്യം അത്ര എളുപ്പമല്ല സാർ. മിസ്റ്റർ ജയദേവൻ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അയാളെ ജയിലിൽ നിന്ന് കൊണ്ടുപോകാൻ സ്പെഷ്യൽ പെർമിഷൻ ഞാൻ വാങ്ങിത്തരാം. എന്റെ ശ്രീദേവി കുട്ടി, കുറച്ചുകൂടെ ഡീസന്റ് ആയിട്ട് വിളിച്ചുകൂടെ സാറേ? ചില വലിയ വീട്ടിലെ കൊച്ചമ്മമാര് ഭർത്താക്കന്മാരെ വിളിക്കുന്ന പോലെ. ഏയ് പോയി. എനിക്ക് എന്റെ അച്ഛൻ തുണ്ടിപ്പറമ്പ് രാഘവനിട്ട് നല്ല പേരുണ്ട്, സുരേഷ്. എഴുന്നേക്ക്. എനിക്കിപ്പോ ഭക്ഷണം ഒന്നും വേണ്ട സാറേ. ഒരു വളിച്ച ചപ്പാത്തി, പൂപ്പല പിടിച്ച റൊട്ടി. ഞാൻ നല്ല രണ്ട് പെമ്പിള്ളേരെ പടം കണ്ട് അങ്ങനെ രസിച്ചു കിടക്കായിരുന്നു. സാറ് വന്ന് കുളവാക്കി. അല്ല, ഇതാര്? സാറാവും സാറല്ലേ? ഇൻസ്പെക്ടർ സാറാണല്ലോ. എന്താ സാറേ ഇവിടെ? നിന്നെ ഇറക്കിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നത്. അപ്പൊ എന്റെ ശിക്ഷ കഴിഞ്ഞു? ഇല്ല. നിന്നെ കൊണ്ട് എനിക്ക് ചില കാര്യങ്ങളുണ്ട്. ഇവിടുന്ന് ജയിൽ ചാടി ഒരുത്തരെ കണ്ടുപിടിക്കണം. വാ, നമുക്ക് പുറത്തേക്ക് വാ. വേറെ പണി നോക്കണ്ട സാറേ, എനിക്ക് മനസ്സില്ല. എന്നെ കോടതി 6 മാസത്തെ ശിക്ഷിച്ചതാ. തല്ലി കൊന്നാലും ഞാൻ ഇവിടെ ഇറങ്ങില്ല. ഇനിയിപ്പോ അഥവാ വരണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതി പറയണം. അധികം സംസാരിക്കണ്ട, പറയുന്നത് കേട്ടാ മതി. ചേട്ടാ, ഇത് കൊള്ളാമല്ലോ. ഇത് എവിടത്തെ നിയമമാ സാറേ? ജയിൽ പുള്ളിയെ കൂടെ കൊണ്ടു നടക്കണം.
മതായങ്ങളായ പോ സാറേ. നിന്നെ കൊണ്ടുപോകാനുള്ള പെർമിഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ പോലീസുകാരും ഇല്ലേ സാറേ? കള്ളന്മാരെ പിടിക്കാൻ കള്ളന്മാരെ തന്നെ ഏൽപ്പിക്കുന്നു. അയ്യേ കൊള്ളാം. Shut up. അവനെ പിടിക്കാൻ നിന്റെ സഹായം എനിക്ക് വേണം. അതിനായി കുറച്ചു ദിവസം നീ എന്റെ കൂടെ പുറത്ത് വരണം. വന്നേ തീരൂ. ആ അങ്ങനെ സോഫ്റ്റ് ആയിട്ട് പറ. എന്നാലും ഇതൊരു ബോർ ഏർപ്പാടാണ് സാറേ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ പിന്നെ ഇതിനകത്ത് തന്നെ വന്ന് കിടക്കണ്ടേ? അതുകൊണ്ട് സാറ് വേറെ ആളെ നോക്ക്. ഇവനെ നീ അറിയുമോ? ഇവനാണ് ജയിൽ ചാടിയത്. ഇവനാണോ? ഇവനെ പിടിക്കാനാണെങ്കിൽ ഞാൻ വരാം. എനിക്ക് ഈ കള്ളക്കഴവറെന്ന് കണ്ടിട്ട് ഒരു ചെറിയ കാര്യമുണ്ട്. ആ പിന്നൊരു കാര്യം, ഞാൻ വരുന്നതിന് അല്പം ചെലവൊക്കെ ഉണ്ട്. പുറത്തിറങ്ങിയിട്ട് ഞഞ്ഞാവിഞ്ഞ വർത്തനം പറയരുത്. എനിക്ക് ചാപ്പാടിന് ചാപ്പാട്, ഉടുപ്പിന് ഉടുപ്പ്, ഇതൊക്കെ വാങ്ങിത്തരാൻ പറ്റുമോ? ഞാൻ അല്പം ലാവിഷ് പാർട്ടിയാ. എനിക്ക് എന്റേതായ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. ഏറ്റോ ആ കൊടുകൈ. ആ ഇത് വളരെ ചീപ്പാണ് സാറേ. ഇതിന്റെ കുറച്ചിൽ എനിക്കല്ല സാറിനാ. ഇപ്പൊ ആര് കണ്ടാലും പറയും പോലീസ് ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന IPS ഓഫീസറാണ് ഞാനെന്ന്. അതുകൊണ്ട് വിലങ്ങില്ലാതിരിക്കുന്ന സാറേ നല്ലത്. താൻ വാചകമൊന്നും അടിക്കണം, നടക്ക. ആണ്ടേ പുറത്തിറങ്ങിയപ്പോ സ്വഭാവം അറിയല്ലോ. ഇതാണ് പറയുന്നത് പോലീസുകാരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്. സാറേ സാറൊരു കാര്യം മനസ്സിലാക്കണം. വിലങ്ങ് വെച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഞാൻ ഓടിപ്പോകുന്നില്ല. കേറ് കേറ്. ഇനി വേണോന്ന് വെച്ചാൽ തന്നെ എനിക്ക് ഈ വിലങ്ങൊന്നും ഒരു പ്രശ്നമല്ല സാറേ. പൂട്ടിയിട്ടുണ്ട്. ആ ഒന്ന് നിർത്തിക്കാം സാറേ, ഒന്ന് നിർത്തിക്കേ. എന്താണോ? ആഹാ സാറത് കണ്ടോ സാറേ? ആ ബൊമ്മ ഇട്ടിരിക്കുന്ന ഡ്രസ്. സാറേ എനിക്കത് വാങ്ങിച്ചാ സാറേ. ഞാനിട്ടാ നന്നായിട്ട് ചേരും. അതോ? അതിന് എന്ത് വിലയാവുന്നു നിന്റെ വിചാരം? ഞാൻ അപ്പോഴേ പറഞ്ഞ എന്നെ കൊണ്ടുവന്ന ചെലവ് കൂടുന്നു. ഇങ്ങനെ ഞഞ്ഞാവിഞ്ഞാ പറയാനാണെങ്കിലേ ഞാനില്ല, എന്നെ ജോലി കൊണ്ട് വിട്ടര്. കാശില്ലെങ്കിൽ പിന്നെ പോലീസാണെന്ന് പറഞ്ഞാൽ അതിന് എന്താ സാറേ കാര്യം? സാർ ഇത്ര വിശക്കനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. സാറിന് വാങ്ങി തരുന്നുണ്ടോ ഇല്ലയോ? സാറെന്തിനാ ഇങ്ങനെ നോക്കി പഠിപ്പിക്കുന്നത്? വാങ്ങിച്ചു തരാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചതാ, ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് ജയിലിൽ വിട്ടേര്, ഞാൻ പോയിക്കോ. ഇപ്പൊ എങ്ങനെയുണ്ട് സാറേ? കലക്കിട്ടില്ലേ? സാറിന്റെ ഒപ്പം ഇങ്ങനെ ടിപ്പ് ടോപ്പായിട്ട് നടന്നില്ലെങ്കിലേ ഞാൻ വല്ല ജയിൽ പുള്ളിയാണെന്ന് കാണുന്നവർക്ക് തോന്നും. തനിക്കൊന്നും മിണ്ടാതെ നടക്കാമോ? അതൊന്നും പറ്റില്ല. എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ മിണ്ടിക്കൊണ്ടിരിക്കണം. അത് എന്റെ ഒരു നേച്ചറാ. കണ്ടില്ലേ? നല്ല ഉടുപ്പിട്ട് എന്ത് കാര്യം? എഗൈൻ ശങ്കർ ഓൺ ദ കോക്കനട്ട് ട്രീ.